പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകമല്ല എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ 14 മുതലുള്ള വചനഭാഗത്ത് പത്രോസും യോഹന്നാനും ശമരിയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫിലിപ്പോസ് എന്ന ദൈവദാസനിലൂടെ ദൈവത്തിന്റെ വചനം അതിശക്തമായി പ്രസംഗിക്കുവാനും ദൈവിക വലിയ പ്രവൃത്തികളെ നടത്തുവാനും ഇടവന്നപ്പോൾ അവിടെ യോഹന്നാനും പത്രോസും കടന്നു ചെന്നത് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തീ ഇറങ്ങുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് അവർ കടന്നു വരേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. 14-ാമത്തെ വചനം അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെയും മേൽ ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പത്രോസും യോഹന്നാനും അവർ അനുഭവിച്ച ദൈവ സാന്നിധ്യം അവർ കടന്നു ചെല്ലുന്നിടവും അനുഭവിക്കണമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യേശുവിന്റെ വചനം കേട്ടവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങാനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങിയപ്പോൾ അവരായിരിക്കുന്ന അവസ്ഥകൾ മാറി, അവരുടെ ജീവിതം മാറി, അവരുടെ പ്രാർത്ഥന മാറി, അവരുടെ കൂട്ടായ്മ മാറി, അവരുടെ അന്തരീക്ഷം മാറുന്ന ഒരു സ്വർഗീയ അനുഭവം അവിടെ മേലേക്ക് കത്തിപ്പടരുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ നമ്മുടെ അടുക്കിലേക്ക് ദൈവവചനം കടന്നു വരുമ്പോൾ ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ വചനം കേൾക്കുന്ന മാത്രം ചെയ്യുന്ന ഒരു ആത്മവഞ്ചകരാകാതെ ആ വചനത്തിൽ ആത്മസാന്നിധ്യം കൂടി ഒന്ന് അനുഭവിക്കണം എന്നത് കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനം ആത്മാവിൽ നിറഞ്ഞു വേണം ഇത് നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാൻ. വചനം കേട്ടവർ സ്നാനമെടുത്തെങ്കിലും ആത്മാവിന്റെ ദാനങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ കൃപകളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരാനുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചത്. ഒരു വലിയൊരു ആത്മപകർച്ചയാണ് അവരുടെ മേലേക്ക് വെളിപ്പെട്ടത്. ഇങ്ങനെ ഒരു ആത്മപകർച്ച വെളിപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവകൃപയാൽ നമുക്ക് ദൈവാത്മാവിൽ മുന്നോട്ട് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയാകും. അതിന്റെ താഴെ ഭാഗം നോക്കിക്കേ. ഞാൻ ഒരുവന്റെ മേൽ കൈവച്ചാൽ, അപ്പോസ്തലന്മാർ ഈ കൈവെക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമിയോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊടുത്തു. കണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുകയും കെട്ടുകൾ പൊട്ടിപ്പോകുകയും വേദനകളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുകയും തകർന്ന കുടുംബം തകർച്ചയിൽ നിന്ന് മാറി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് ജീവൻ കിട്ടുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് കണ്ടപ്പോൾ ശിമിയോൻ പറയുകയാണ്, പൈസ കൊടുത്തിട്ട് എനിക്കും ഈ കൃപ അല്ലെങ്കിൽ ഈ കഴിവ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇത് പൈസയ്ക്ക് കിട്ടുന്ന ഒന്നാണെന്നാണ് ശിമിയോൻ വിചാരിച്ചത്. പൈസ കൊടുത്ത് കാര്യം സാധിക്കുന്ന അനേകം മനുഷ്യരുണ്ട് ഈ ലോകത്ത്. ഇവിടെ കർത്താവ് പറയാണ്, നിന്റെ ദ്രവ്യം കൊണ്ട് നീ നശിക്കുകയുള്ളൂ. ദ്രവ്യം കൊണ്ട് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. ആത്മമണ്ഡലത്തിൽ, ത്രിത്വത്തിന്റെ തലത്തിൽ, രാത്രിയുടെ യാമത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയവും മനസ്സും തുറന്നു പ്രാർത്ഥിക്കാമോ? അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന വലിയൊരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു ധ്യാനത്തിലോ, ഒരു കൂട്ടായ്മയിലോ, ഒരു പ്രാർത്ഥനയിലോ, ഒരു കൗൺസിലിംഗിലോ നമുക്ക് കിട്ടിയ ആത്മപകർച്ച അത് നമ്മളിൽ കുറഞ്ഞു പോകാതെ നമ്മളിൽ വളർന്നു വരേണ്ടതിനാണ് നമ്മൾ വ്യക്തിപരമായി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത്. എനിക്കൊരു സൗഖ്യം കിട്ടിയാൽ, എനിക്കൊരു വിടുതൽ കിട്ടിയാൽ, എനിക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ഞാൻ അടങ്ങിയിരിക്കരുത്. കാശ് കൊടുത്ത് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. കാശും കൊണ്ട് വന്നവനോട് അപ്പോസ്തലന്മാർ പറഞ്ഞത്, പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന്
നീ വ്യാമോഹിച്ചുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധി നേരിലുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ ദുഷ്ടനിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് പത്രോസ് പറയുന്നത്, പണം കൊണ്ട് ഒരിക്കലും ഒരാൾക്കും പരിശുദ്ധാത്മാവിന്റെ കൃപ കിട്ടിയല്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ശിമിയോനെ പോലെയുള്ള ചിന്തകളെ വിട്ട് നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ആത്മസാന്നിധ്യം ഈ വചനം കേൾക്കുന്നവരുടെ അകത്തേക്ക് നീ അയക്കണം. തീയിറങ്ങുന്ന ഒരു അനുഭവം, ആ കർത്താവിന്റെ കരം ശിരസിൽ വെച്ച് അവിടുന്ന് ഇപ്പോൾ വിടിവിക്കണം. ദൈവ സാന്നിധ്യം ഇപ്പോൾ നിറയണം. അത്ഭുതം ഇപ്പോൾ സംഭവിക്കണം. കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പോൾ അഴിക്കണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.